നമുക്കെല്ലാവർക്കും സുപരിചിതമായതുപോലെ യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് കാനായിലെ കല്യാണ വിരുന്നിലാണല്ലോ. കാനായിലെ ആ കല്യാണ വീട്ടിലെ മറ്റൊരു കല്യാണത്തിൻ്റെ ഇന്നത്തെ പശ്ചാത്തലത്തിലുള്ള ഒരു സ്വതന്ത്ര ആവിഷ്കാരമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. കാനായിലെ കല്യാണം റീലോഡഡ്. അളിയ, നീ കാനായിലെ ജോർജേട്ടന്റെ മോളെ കല്യാണത്തിന് വരുന്നില്ലേ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? എത്തിയിരിക്കും. താമസിക്കല്ലേ, നേരത്തെ കാലത്തും എത്തിയിരിക്കണം. മൂത്തമ്മോടെ കല്യാണത്തിന് വീഞ്ഞു തീർന്ന് പണി കിട്ടിയതാ. അയ്യോ, ഓർമ്മിപ്പിച്ചത് നന്നായി. നീ ധൈര്യമായിട്ട് വിട്ടോ, ഞാൻ എത്തിയിരിക്കും, ഉറപ്പ്. നീ വിട്ടോ. പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി വഴിയുള്ള കൂട്. ആ പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി വഴിയുള്ള കൂട്. കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ, അത് നിന്നെ പൂട്ടാനാണല്ലോ. തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന. തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന. തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന. ഒപ്പച്ചാ, ഇത്തവണ പണി കിട്ടി. നമ്മൾ ജോമോനെ, നാട്ടുകാരിയ്ക്കുന്നു. മുടിപ്പിച്ചെന്ന് നാട്ടുകാരെല്ലാവരോടും കുടിച്ചു മുടിപ്പിച്ചു. അയ്യോ, വീഞ്ഞ് തീർന്നെന്ന്. അതല്ലടി, ഉച്ചിരമാക്കണമെന്ന് വിചാരിച്ച കല്യാണം. എടാ പാപ്പാ, ഷാജി പാപ്പാ. പാപ്പനൊക്കെ മുങ്ങി അപ്പച്ചാ. എന്നാ ആരെയെങ്കിലും പോയി വിളിച്ചോണ്ട് വാടാ. നിന്റെ അപ്പനോട് പറയടി, വല്ല പട്ടാളക്കാരൻ്റെ സാധനം എടുക്കാൻ. ഒന്നും മിണ്ടാതിരി മനുഷ്യ. അപ്പച്ചൻ വിചാരിക്കും നിങ്ങൾ മുടിഞ്ഞ ടാങ്ക് ആണെന്ന്. ഒന്ന് ഡീസന്റ് ആയേ പ്ലീസ്. എത്രയൊക്കെ ഡീസന്റ് ആകാൻ നോക്കിയാലും ഉള്ളിക്കിടക്കുന്ന ഫ്രാഡുകളൊക്കെ പുറത്തേക്ക് തള്ളി തള്ളി വരും. എന്താ മുതലാളി, വീഞ്ഞ് തീർന്നടാ. നീ ഒരു കാര്യം ചെയ്യേ, ചേങ്കോട്ടോണത്ത് പോയിട്ട് കുറച്ചുകൂടി സാധനം മേടിച്ചിട്ട് വാ. ആ പിന്നെ എനിക്ക് 2 പ്രഷറിന്റെ ഗുളിക കൂടി മേടിച്ചു. അതിൽ 1-ാം തീയതി സാധനം കിട്ടത്തില്ല. ഓ ദൈവമേ, ഇനി ഞാൻ എന്നാ ചെയ്യാ? വരുന്നവർക്കൊക്കെ എന്നാ കുടിക്കാൻ കൊടുക്കും? നാട്ടുകാരും പള്ളിക്കാരും എന്തടിക്കും ഇനി? മുതലാളി അടിക്കും. മുന്തിരി ഞാൻ വാങ്ങി നിങ്ങൾക്കായി, മുന്തിരി ചാറെടുത്തു വെച്ചു. എങ്കിലും ഒരു തുള്ളി വെക്കാതെ നിങ്ങളത് കുടിച്ചു തീർത്തു. എന്തുപറ്റി ജോർജ്? ഈ ആഘോഷവേളയിൽ എന്താണ് മുഖത്തൊരു വിഷമം പോലെ? ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? വീഞ്ഞ് മൊത്തം തീർന്നു. ഇതിപ്പോ 2ാമത്തെ പ്രാവശ്യമാ. നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? എല്ലാവരോടും എന്ത് സമാധാനം പറയും? കണ്ടില്ലേ, വീഞ്ഞുണ്ടാവുന്ന കരുതിയാ ഇവര് മൊത്തം ഇവിടെ കുത്തിയിരിക്കുന്നത് തന്നെ. വിഷമിക്കാതെ ജോർജ്, എന്റെ മകൻ വന്നിട്ടുണ്ട്. എല്ലാത്തിനും അവൻ പരിഹാരം കാണും. മോനെങ്ങനാ, വീഞ്ഞൊക്കെ കുടിക്കുവോ? മിലിറ്ററി ആയിരിക്കും. എന്റെ മകൻ വീഞ്ഞൊന്നും കുടിക്കത്തില്ല. എന്റെ അമ്മ എല്ലാരോടും ഇങ്ങനെ തന്നെയാ പറയുന്നത്. മരുമോനെ,
ഇവിടെ വീഞ്ഞു തീർന്നു പോയി. നീ നിന്റെ ആദ്യത്തെ അത്ഭുതം ഒന്നുകൂടി പ്രവർത്തിക്ക്. എന്തിനാണ് അമ്മേ എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും സ്ത്രീയെ എന്ന് വിളിപ്പിക്കുന്നത്? നിന്റെ അമ്മയാടാ പറയുന്നത്. അത്ഭുതം പ്രവർത്തിക്കടാ. ഇന്നിപ്പോൾ ഞാനിത് ചെയ്താൽ ഈ ഇരിക്കുന്നവരെല്ലാം ഒരു തുള്ളി വീഞ്ഞു പോലും കരുതാതെ എന്നെ കല്യാണത്തിന് ക്ഷണിക്കും. എന്നിട്ട് വീഞ്ഞു തീർന്നു പോയെന്ന് പറയും. ബാക്കി ഞാൻ പറയണ്ടല്ലോ. അവൻ അങ്ങനെയൊക്കെ പറയും. നിങ്ങൾ അവൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. എന്തു പണി കൊടുത്താലും ചെയ്യാൻ പറ്റിയ ആരുണ്ട് ഇവിടെ? അതിന് നമുക്ക് നമ്മുടെ പിള്ളേരെ വിളിക്കാം. പിള്ളേരെ, നിങ്ങൾ പോയി ഭരണികളിൽ വെള്ളം നിറയ്ക്കൂ. എത്ര ഭരണി വേണം? യൂത്താണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതല്ലാതെ നിങ്ങൾക്ക് ബൈബിളിലെ കാര്യങ്ങളെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ലല്ലേ? 6 ഭരണികളിൽ വെള്ളം നിറയ്ക്കൂ. ശരി ചേട്ടാ. ശരിക്കും നമ്മൾ എന്തിനാ വെള്ളം നിറയ്ക്കുന്നത്? അപ്പച്ചൻ പറഞ്ഞ കേട്ടില്ലടാ, ഈ വെള്ളം മൊത്തം വീഞ്ഞാക്കാനുള്ള പരിപാടിയാ. ഫസ്റ്റ് ഡേ തന്നെ വീഞ്ഞാക്കാനൊന്നും പറ്റൂല മോനെ. അതിന് മുന്തിരി വേണം, പഞ്ചസാര വേണം, ഗോതമ്പ് വേണം, പിന്നെ ഈസ്റ്റ് വേണം. 21 ദിവസം ഇളക്കണം. അങ്ങനെ എന്തൊക്കെയോ ആചാരങ്ങളുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കേണൽ ജോസ് അങ്കിളുടെ അടുത്ത് ചോദിക്കാം. താനായില്ലെന്ന് 6 ഭരണി വെള്ളം മൊത്തം വീഞ്ഞാക്കി മാറ്റും. അല്ല, ശരിക്കും ആ താടിക്കാരനാരാ? ഹേ പ്രഭു, ഇത്രയ്ക്കും പോപ്പുലറായി ഷോ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? എടി സാറാമേ, ഇത് നടപടിയാണ കേസാണോ? യേശു നമുക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ. നടക്കുന്നേ. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാശ്ലീഹായെ, ഈശോയെ കാത്തോളനെ. ഞാൻ 6 ഭരണികളിൽ വെള്ളം നിറയ്ക്കാനല്ലേ പറഞ്ഞത്? ഇത് 7 എണ്ണമുണ്ടല്ലോ. അതിൽ നിന്നും കുറച്ച് പകർന്ന് കൈക്കാരന് കൊടുക്കൂ. വെള്ളം വീഞ്ഞായി കാണുമോ? ഈ ജനക്കൂട്ടത്തിൽ നിന്ന് കൈക്കാരനെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ? യൂത്തിന്റെ ഭരണിയിൽ നാട്ടുകാർക്കും കണ്ണുണ്ടോ? കാത്തിരുന്ന് കാണുക. കൈക്കാരൻ എന്ത് പറഞ്ഞടാ? പറഞ്ഞത് മൊത്തം ഇവിടെ പറയാൻ കൊള്ളൂലട്ടാ. എന്നാലും എന്റെ ചോറ് ചേട്ടാ, ഈ കാരോളിന് വന്നപ്പോഴേ കണ്ട കൂറ സാധനമൊക്കെ തന്നിട്ട് ഈ അടിപൊളി സാധനല്ലേ കല്യാണത്തിന് മാറ്റി വെച്ചിരിക്കുന്നല്ലേ എന്ന് ചോദിക്കാൻ പറഞ്ഞോട്ടാ. ഒരു ജാതി പരിപാടിയായിഷ്ടാ. എന്തായാലും സാധനം പൊരിച്ചുട്ടാ. ഈശോയെ, പൊളിച്ചു, കിടുക്കി, തീമർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. താങ്ക് യു, താങ്ക് യു. ചേലും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാണ്, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണ്. താരം നിന്നെ കണ്ടാലമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനെ. നെഞ്ചോരം തോറുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ല തക്കാറുണ്ട്, കരളിലെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ജില്ലാല. ഈശോ വന്നതല്ലേ, നമുക്കെല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാം. അത് ശരിയാ. എന്നാ എല്ലാരും വിളിക്ക്. എല്ലാരും വാ.
ഓക്കെ, എല്ലാവർക്കും ഒരു വലിയൊരു കൈയടി കൊടുത്തേ. സെന്റ് മറിയം ത്രേസ്യ